പ്രിയ ദൈവവേദനെ, നമുക്ക് ഗിദെയോനെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരധ്വാനിച്ചുണ്ടാക്കിയ നന്മകൾ സകലതും ശത്രുവാകുന്നവൻ വന്ന് തകർത്ത് നശിപ്പിച്ച് കളയുമ്പോൾ അവനൊരു തീരുമാനം എടുക്കുക, കൊണ്ടുപോയതെല്ലാം കൊണ്ടുപോയി, സത്യമാണ്. പക്ഷേ എൻ്റെ അധ്വാനത്തിൽ പുറത്തു വന്ന നന്മകൾ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അതാണ് ഗോതമ്പെടുത്ത് മുന്തിരിച്ചക്കിനകത്ത് കൊണ്ടുപോയിട്ട് അവൻ അവിടെ നിന്ന് മെതിക്കുക, ശത്രുവിന് പിടികൊടുക്കാതെ. അങ്ങനെ പിടികൊടുക്കാതെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് അവനെ പേര് മാറ്റി വിളിച്ചത്. എടാ പരാക്രമശാലിയെ, നിൻ്റെ ഈ ബലത്തോടെ നീ മുമ്പോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ വചനം പറയുകയാണ്, നീ ശത്രുവിനോട് എതിർത്ത് നിൽക്കുക, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. നീ ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ നോക്കും, ദൈവം നിന്നെ പ്രത്യേകമായ പേര് വിളിക്കും, നിന്നെ പ്രത്യേകമായ ദൗത്യത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി ചെന്ന യാക്കോബിനെ ഇസ്രായേലാക്കിയത് ഒറ്റ രാത്രി കൊണ്ടാണ് എങ്കിൽ, പ്രിയ ദൈവവേദനെ, നീയും ഇതുപോലെ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ വന്ന് നിന്നിട്ട്, ശത്രുവിന് ഇനി എൻ്റെ നന്മകളെ ഞാൻ വിട്ടു കൊടുക്കില്ല, എൻ്റെ ദേശത്തെ ഞാൻ വിട്ടു കൊടുക്കില്ല. ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണോ വെളിപ്പെടാനുള്ളത് അവ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് ഞാൻ കാരണക്കാരനാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെളിയാനുള്ള ആശയ്ക്കകത്ത് നീ നിൽക്കുന്നു എങ്കിൽ നിന്നിൽ കൂടെ അനേക വ്യക്തിത്വങ്ങൾ കർത്താവിലേക്ക് തിരിയുവാനിടയാകും. അവിടെയാണ് നിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം ആരംഭിക്കുന്നത്. കാരണം നീ നിത്യതയ്ക്കുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കയറി നിന്നിട്ട് ശക്തിയോടെ പോരാടുക. ഏത് ദേശത്തായിരുന്നാലും ഏത് വിദേശ രാജ്യത്തിരുന്നാലും ഈ വചനം കേൾക്കുമ്പോൾ അധികാരത്തോടെ വിളിച്ചു പറ, എൻ്റെ നന്മയെ ഇനി ദുഷ്ടന് ഞാൻ വിട്ടുകൊടുക്കില്ല. കർത്താവിന് വേണ്ടി ആവോളം പ്രയോജനപ്പെടാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അസാധാരണമായി കർത്താവ് ഉപയോഗിച്ചത് നമുക്ക് കാണത്തില്ലേ? ഒരു പന്തവും ഒരു കുടവും എടുത്തുകൊണ്ടുപോയി വലിയൊരു ശത്രുവിനെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞു എങ്കിൽ, പ്രിയ ദൈവവേദനെ, നിനക്ക് അസാധ്യമെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കാതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നിന്നെയും നോക്കി പരാക്രമശാലിയെ എന്നതിന് ഉപരിയായി നിനക്കുള്ള പേര് കർത്താവ് വിളിക്കും. അതിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.